ഹലോ ഓൾ, വെൽക്കം ടു സൂത്തിങ്കർ. നമ്മൾ എവല്യൂഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ലമാർക്കിസം പ്രപ്പോസ് ചെയ്തത് ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ഫിലോസഫി സുവോളജിക്ക് 1809 പബ്ലിഷ് ചെയ്ത ഫിലോസഫി സുവോളജിക്കിൽ കൂടി പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് ലമാർക്കിസം. എൻവയോൺമെൻറ്റ് നീഡ് അനുസരിച്ച് ഡെവലപ്പ് ആവുന്ന ചില ക്യാരക്ടേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിന് കണ്ടുപിടുത്തം. സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് വിശദീകരിക്കാം. 4 പോസ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും ഇതിലൂടെ അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റേറ്റ്, ഇന്റേണൽ വൈറ്റൽ ഫോഴ്സ് ടു ഗ്രോ, വളരാനുള്ള ഒരു ടെൻഡൻസി. ഇത് എല്ലാ ജീവികൾക്കും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വളർച്ച എന്ന് പല ജീവികൾക്കും പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ബാക്ടീരിയ വളരുന്നത് എണ്ണത്തിൽ കൂടുന്നതുകൊണ്ടാണ്. വേറെ ഓർഗൻസിംസ്, നമ്മളെപ്പോലുള്ള ഓർഗൻസിംസൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ഫാറ്റ് അല്ലെങ്കിൽ മാസ് കൂടുന്നതനുസരിച്ചാണ്. രണ്ടാമത്തേത്, എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ന്യൂ നീഡ്സ്. എൻവയോൺമെൻറ്റ് രീതികളനുസരിച്ച് പുതിയ രീതികൾ ഉണ്ടായി വരുന്നു. അതനുസരിച്ച് പുതിയ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ആകുന്നു. എക്സാമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വെബ്ഡ് ഫീറ്റ് ഇൻ സ്വിമ്മിംഗ് ബേഡ്സിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള ജനറേഷന് വെബ്ഡ് ഫീറ്റ് ഇല്ലായിരുന്നു. പിന്നീട് അവർ വെള്ളത്തിലിറങ്ങി ഇര പിടിക്കാൻ തുടങ്ങിയ സമയത്ത് അവരുടെ ടോസ് വളർന്നു, അതിൽ വെബ്സും വളർന്നു. അങ്ങനെ ഓരോ ജനറേഷൻ കഴിയുന്നവരും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത പോസ്റ്റായിട്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചത് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജിറാഫിൻ്റെ കഴുത്ത് വളർന്നതിന് പിന്നിലുള്ള രഹസ്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം പറഞ്ഞത് ജിറാഫ് കഴുത്തിന് നീളം കുറഞ്ഞൊരു ജീവിയായിരുന്നു. സാവധാനം താഴത്തെ ഇലകൾ കാര്യങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ഹൈറ്റിലുള്ള ഇലകൾ അല്ലെങ്കിൽ ഫുഡ് തേടി ജിറാഫിൻ്റെ ചില ജനറേഷൻസ് അല്ലെങ്കിൽ ചില കഴുത്ത് നീട്ടാൻ ശ്രമിച്ചു. അങ്ങനെ കഴുത്ത് നീട്ടാൻ ശ്രമിച്ചിട്ട് കഴുത്ത് കുറച്ച് നീണ്ടു. അത് അടുത്ത ജനറേഷനിലേക്ക് പോയി. അവർ വീണ്ടും കഴുത്ത് നീട്ടാൻ ശ്രമിച്ചു. അവരുടെ കഴുത്ത് വീണ്ടും നീണ്ടു. ഇങ്ങനെ കഴുത്ത് നീളുന്നതനുസരിച്ച് അല്ലെങ്കിൽ ശ്രമിക്കുന്നതനുസരിച്ച് കഴുത്ത് നീണ്ടു പോകുന്നു. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞത്, കേവ് ആനിമൽസിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ബാറ്റ് അതുപോലുള്ള ഓർഗനിസംസ് ഒക്കെ അല്ലെങ്കിൽ ഫിഷൊക്കെ കൂടുതലായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള കണ്ടീഷൻ ജീവിക്കുമ്പോൾ കാഴ്ചയുടെ ആവശ്യമില്ല. അങ്ങനെ കണ്ണ് പതുക്കെ സ്കിന്ന് കൊണ്ട് മൂടിപ്പോയി. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഫ്ലൈറ്റ്ലെസ് ബേഡ്സ്. പറക്കുന്ന പക്ഷി പറക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിൽ നടന്നു തുടങ്ങി. അപ്പോൾ അവരുടെ ചിറകുകളുടെ നീളം കുറഞ്ഞു. ഡിസ്യൂസ്. അവസാനമായിട്ട്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഈ കിട്ടിയ ക്യാരക്ടേഴ്സ് എല്ലാം ഓരോ ജനറേഷൻ കഴിയുന്നവരും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് അദ്ദേഹം തിയറി മുമ്പോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറിയെ ഡിസപ്രൂവ് ചെയ്യുകയാണ് ഇത്. പ്രധാനമായിട്ടും ഓഗസ്റ്റ് വീസ്മാൻ അദ്ദേഹത്തിന് ജെയിം പ്ലാസൻ തിയറിയെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എവിടെയും ഒരിക്കലും എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പോണ്ടാനിയസ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സഡൻ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവല്യൂഷനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്ന ഒരു പ്രോപ്പർ തിയറി ആയിരുന്നു ലമാർക്കിൻ്റെ തിയറി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ജീവികളിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അതിന് കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു തിയറി ആയിരുന്നതിനാൽ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അടുത്ത വീഡിയോയിൽ ഓഗസ്റ്റ് വീസ്മാൻ്റെ ജെയിം പ്ലാസൻ തിയറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും.